ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ എഫ്ലുവൻസിനെ കുറിച്ചും ബേസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചും അതുപോലെ തന്നെ എമർജിംഗ് ടെക്നോളജീസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മേജർ പൊല്യൂട്ടൻസ് എന്നതിൽ നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേസിൽ ടെക്സ്റ്റൈൽ എഫ്ലുവൻസിന്റെ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈസ് ആൻഡ് പിഗ്മെന്റ്സ്, അതുപോലെ ഹെവി മെറ്റൽസ് നേരത്തെ പോലെ തന്നെ ക്രോമിയം, കോപ്പർ, കാഡ്മിയം, സിങ്ക്, ലെഡ് തുടങ്ങിയിട്ടുള്ളത്, ഓർഗാനിക് കോമ്പൗണ്ട്സ്, സ്റ്റാർച്ച്, ഫോയിൽ, ഫാറ്റ്സ്, വാക്സസ് തുടങ്ങിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്, ടോക്സിക് കെമിക്കൽസ്, അതുപോലെ സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടായിരിക്കും. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വേസ്റ്റ് വാട്ടർ, ഹൈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡും കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡും ആയിരിക്കും. അതുപോലെ pH ഇംബാലൻസസും ഉണ്ടായിരിക്കും, കാരണം എഫ്ലുവൻസിൽ ആൽക്കലി ഓർ ആസിഡിക് പ്രസൻസ് ഉണ്ടാവാം. ഇനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എഫ്ലുവൻ്റ് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, സോയിൽ കണ്ടാമിനേഷൻ, ഹെൽത്ത് ഹസാർഡ്സ്, അതുപോലെ യൂട്രോഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ളവയാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്ന് നോക്കാം. നേരത്തെ പോലെ വേസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസ്, എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ യൂസ് ചെയ്യുക, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഡൈസ്, അതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ടോക്സിസിറ്റി മാക്സിമം മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമം ടെമ്പറേച്ചറിലും pH അതുപോലെ കെമിക്കൽ ഡോസിങ്ങിലൊക്കെ വേസ്റ്റ് മിനിമൈസേഷൻ നടക്കുന്ന രീതിയിൽ പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ ETP ആണ്. ETPയിൽ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ സ്ക്രീനിങ് ചെയ്യുക, ന്യൂട്രലൈസേഷൻ ചെയ്യുക, കൊയാഗുലേഷൻ ആൻഡ് ഫ്ലോക്കുലേഷൻ ചെയ്യുക, സെഡിമെന്റേഷൻ ചെയ്യുക. നേരത്തെ പ്രോസസ്സ് തന്നെ പ്രൈമറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആവുമ്പോൾ എയറോബിക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അനഎറോബിക് ട്രീറ്റ്മെന്റ് വഴി വേസ്റ്റ് വാട്ടറിന് ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. which means water is passed over beds of micro organism, പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മൈക്രോബിയൽ ഡീഗ്രേഡേഷന് വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയിട്ടുള്ള ലെഗൂൺസും യൂസ് ചെയ്യാം. ഇനി ടേഴ്ഷ്യറി ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാണ് വരണേന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഫിൽട്രേഷൻസ്, നമ്മൾ സാൻഡ് ഫിൽറ്ററോ അല്ലെങ്കിൽ മൈക്രോ ഫിൽറ്റേഴ്സ്, കാർബൺ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ഫൈൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യല്. പിന്നെ അഡ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് ഉണ്ട്. അത് ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൈസ് അല്ലെങ്കിൽ ഓർഗാനിക് പൊല്യൂട്ടൻസിനെയൊക്കെ അഡ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ പറയുന്നത്. പിന്നെ മെംബ്രെയിൻ ടെക്നോളജീസ്, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ കെമിക്കൽ ഓക്സിഡേഷൻ, പിന്നെ ഡിസിൻഫെക്ഷൻ ആണ്. അതിൽ നമ്മൾ ക്ലോറിനേഷനും UV ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓസണൈസേഷനും ഒക്കെ ചെയ്ത് പാത്തജൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് സ്ലഡ്ജ് മാനേജ്മെന്റ് ആണ്. സ്ലഡ്ജ് മാനേജ്മെന്റിൽ നേരത്തെ പോലെ തന്നെ ഡീവാട്ടറിങ് ചെയ്യുന്നു, സ്റ്റെബിലൈസ് ചെയ്യുന്നു, ലൈമോ സിമെന്റോ യൂസ് ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്ത് ഹസാർഡ് സ്ലഡ്ജിനെ എടുക്കണം. ലീഫ് ഡിസ്പോസലിൽ നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ലഡ്ജിനെ ഡിസ്പോസ് ചെയ്യുന്നു, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഹസാർഡസ് വേസ്റ്റ് ലാൻഡ്ഫിൽസിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് ആണ്. അതിൽ വാട്ടർ റീസൈക്ലിംഗ് ചെയ്യുക, അതുപോലെ സോൾട്ട് റിക്കവറി, റിക്കവർ ഫ്രം സോൾട്ട്സ്, അതുപോലെ കെമിക്കൽ റിക്കവറി. ഇനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേസിൽ വരുന്ന എമർജിംഗ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോ കെമിക്കൽ ട്രീറ്റ്മെന്റ്, ബയോ റെമിഡിയേഷൻ, മെംബ്രെയിൻ ബയോ റിയാക്ടേഴ്സ്, സീറോ ലിക്വിഡ് ഡിസ്ചാർജ്. അപ്പോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ എഫ്ലുവൻസിനെ കുറിച്ചും വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചും എമർജിംഗ് ടെക്നോളജീസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.